ഭക്തരെ വേദനിപ്പിച്ചെങ്കിൽ മാപ്പ്. വൈകാരിക കുറിപ്പുമായി അന്ന രാജൻ. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വിവാദങ്ങളിൽ വൈകാരികമായി പ്രതികരിച്ച് നടി അന്ന രാജൻ. തികച്ചും ശുദ്ധമായ ഭക്തിയോടെയാണ് താൻ പൊങ്കാല അർപ്പിച്ചതെന്ന് താരം വ്യക്തമാക്കി. തൻ്റെ വസ്ത്രധാരണമോ ഭാവങ്ങളോ ഏതെങ്കിലും ഭക്തരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ താൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്നും അന്ന രാജൻ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു. കൂപ്പിയ കൈകളോടെ, നിറഞ്ഞ കണ്ണുകളോടെ. ആറ്റുകാൽ അമ്മയുടെ തിരുനടയിൽ ആദ്യമായാണ് ഞാൻ പൊങ്കാല അർപ്പിക്കുന്നത്. കഠിനമായ ചൂടിൽ തപസ് പോലെ നിന്ന് വിറകടുപ്പിൽ തീ പകർന്ന് ഹൃദയത്തിൽ അമ്മയുടെ നാമം ജപിച്ച് ശുദ്ധമായ ഭക്തിയോടെ മാത്രമാണ് ഞാൻ അവിടെ എത്തിയത്. ആ പുണ്യ നിമിഷങ്ങൾക്കിടയിൽ നിർഭാഗ്യവശാൽ എൻ്റെ ചില വീഡിയോകളും ദൃശ്യങ്ങളും പകർത്തപ്പെടുകയും പ്രചരിക്കുകയും ചെയ്തു. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ചുറ്റുമുള്ള എല്ലാവരെയും ഞാൻ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ദിവസത്തെ എൻ്റെ ഭക്തിയെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന തരത്തിൽ ചില ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എൻ്റെ സാരിയോ ഭാവങ്ങളോ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഏതെങ്കിലും ഭക്തരുടെ വികാരങ്ങളെ അറിഞ്ഞോ അറിയാതെയോ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. ഒരിക്കലും ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അമ്മയ്ക്ക് എൻ്റെ ഹൃദയം അറിയാം. ആ കഠിനമായ ചൂടിലും പ്രാർത്ഥനയോടെ ഞാൻ നിന്നതും എൻ്റെ പുഞ്ചിരിക്ക് പിന്നിലെ ആത്മാർത്ഥതയും അമ്മയ്ക്കറിയാം. ആ സത്യം മാത്രം മതി എനിക്ക്. എന്നും ആറ്റുകാലമ്മയുടെ വിനീതയായ ഒരു ഭക്തിയായി ഞാൻ തുടരും. എല്ലാം ആ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഫേസ്ബുക്ക് കുറിപ്പിൽ അന്ന രാജൻ പറഞ്ഞു. അതേസമയം നടി അന്ന രാജന് പിന്തുണയുമായി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷ്. അന്ന മാപ്പ് പറയേണ്ടതില്ലെന്നും അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും മാധവ് സുരേഷ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു. വീഡിയോ പ്രചരിപ്പിച്ചവരാണ് യഥാർത്ഥത്തിൽ മാപ്പ് പറയേണ്ടതെന്നും മാധവ് അഭിപ്രായപ്പെട്ടു. പൂജ ചെയ്യുന്ന സ്ത്രീകളുടെ അന്തസ്സിനെ മാനിക്കാതെ മാധ്യമങ്ങളാകാൻ മോഹിക്കുന്നവരും ക്ലിക്കുകൾക്കും കാഴ്ചകൾക്കുമായി ഇത്തരം ദൃശ്യങ്ങൾ പകർത്തുന്നു. അത് കാരണം സെലിബ്രിറ്റികൾക്ക് അവരുടെ നിലനിൽപ്പിന് പോലും മാപ്പ് പറയേണ്ടി വരുന്നു. നിങ്ങൾ മാപ്പ് പറയേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ നട്ടെല്ലില്ലാത്ത സൂത്രശാലികളായ പാമ്പുകളെ പോലെ പെരുമാറുന്ന ഈ മാധ്യമങ്ങളാണ് മാപ്പ് പറയേണ്ടത്. നമ്മൾ ലജ്ജയില്ലാത്ത സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനിപ്പിക്കാനുള്ള സമയം അതിക്രമിച്ചിട്ടില്ല. ഇങ്ങനെയായിരുന്നു മാധവിൻ്റെ കുറിപ്പ്.